ഹലോ, നമുക്കിന്നൊരു കാരമൽ പോപ്കോൺ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആക്റ്റീവ് പോപ്കോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ വെച്ച് അതിലേക്ക് ഈ ആക്റ്റീവ് പോപ്കോൺ കുക്കർ ചൂടായപ്പോഴേക്കും പൊട്ടിച്ച് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ലോണം ഇത് പൊട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. കുക്കറിൻ്റെ മൂടി ഫുള്ളായിട്ട് അടയ്ക്കരുത്, കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം നമ്മളിത് അടച്ച് വെക്കാൻ. എന്നിട്ടിത് മൊത്തം കോൺ കേർണൽസും പൊട്ടി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള കാരമൽ സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ബട്ടറോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും വെള്ളവും ഒഴിച്ചിട്ടാണ് കാരമൽ സോസ് ആക്കി എടുക്കുന്നത്. ഒത്തിരി ബ്രൗൺ ആയി പോകരുത്, അപ്പോൾ കരിഞ്ഞു പോവും, കരിഞ്ഞ ചുവ വരും, കയ്പ്പ് വരും. അപ്പോൾ എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ മാമയുടെ വൈഫ് ജിനുമാമിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു ഇതിലുണ്ടാക്കി ഇങ്ങനെ നോക്കിയിട്ട്. അപ്പോൾ ഞാൻ ചെയ്തതുപോലെ സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ച് ആരും മിക്സ് ചെയ്യരുത്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇത് നല്ലോണം കട്ടിയായിട്ട് വരും. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈയൊക്കെ പൊള്ളി, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ കട്ടിയായി വരുമ്പോഴേക്കും നമ്മൾ കൈ കൊണ്ട് പൊളിച്ചിടണം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.